അങ്ങനെ പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഒരു ന്യൂയോർക്ക് യാത്രയുടെ ചെറിയൊരു വീഡിയോ ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ സീരീസ് ഞാനിവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കേസ്. അപ്പോൾ ഇതാ നമ്മളുടെ യാത്രയുടെ തുടക്കമാണ്. നമ്മൾ നേരെ അതിരാവിലെ ഞങ്ങൾ താമസിക്കുന്നത് ന്യൂ ഹാംഷെയർ എന്ന് പറയുന്ന സ്ഥലത്താണ്, അമേരിക്കയിൽ. അധികം മലയാളികൾ അറിഞ്ഞിട്ടില്ലാത്തതോ അല്ലെങ്കിൽ മലയാളികളോ ഇന്ത്യക്കാരോ അധികം ഇല്ലാത്തൊരു സ്ഥലമാണ് ന്യൂ ഹാംഷെയർ. അവിടുന്ന് മോർണിംഗിൽ നമ്മൾ ഒരു ചെറിയ ടാക്സി പിടിച്ച് അവിടെ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടാക്സി സംവിധാനമുണ്ട്. അതിൽ നമ്മൾ കയറുകയാണ് ഫാമിലിയായിട്ട്. ഇതെൻ്റെ വൈഫ്, കുഞ്ഞ്, ഞാനങ്ങനെ 3 പേരാണ് ഈ യാത്രയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ന്യൂ ഹാംഷെയറിൽ നിന്ന് ആദ്യം എത്തുന്നത് ബോസ്റ്റണിലാണ്. ബോസ്റ്റണിലേക്കുള്ള വഴിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോസ്റ്റണിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ നമ്മളൊരു ഗെയിമർ എന്ന നിലയ്ക്ക് നാട്ടിലെ അമേരിക്കൻ ട്രക്ക്, നമ്മുടെ ഒരു ഫേവറേറ്റ്. അമേരിക്കയിൽ പോയപ്പോൾ എനിക്ക് വളരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നൊരു സാധനം ഇതാണ്. ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. വൺ സൈഡ് 4 വരി ഉള്ള ഒരു പാതയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ബോസ്റ്റണിലേക്ക് പോകുന്ന ബോസ്റ്റൺ എക്സ്പ്രസ് എന്ന് പറയുന്ന ബസ് കമ്പനിയുടെ ബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് ബസ് കമ്പനികളാണ് ന്യൂ ഹാംഷെയറിനെ ബോസ്റ്റണായിട്ട് കണക്ട് ചെയ്യുന്നത്. മീൻസ് കൂടുതൽ ആൾക്കാരും സ്വന്തം വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അല്ലാതെ ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബോസ്റ്റൺ എക്സ്പ്രസ്സിനെ ആശ്രയിക്കാം. ഞങ്ങൾ പക്ഷേ ന്യൂയോർക്കിലേക്ക് പോകാൻ അവിടെ ലേറ്റായി എത്തണ്ട എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ അതിരാവിലെ ടാക്സി പിടിച്ച് തന്നെ നമ്മൾ പോവുകയാണ്. അപ്പോൾ ബോസ്റ്റണിലേക്ക് ഒരു എൻട്രൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞാൽ നമ്മൾ ബോസ്റ്റണിലേക്ക് അങ്ങനെ കയറുകയാണ്. ബോസ്റ്റൺ കുറച്ചും കൂടെ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ്. നമ്മുടെ ന്യൂ ഹാംഷെയർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ നമ്മുടെ ഗ്രാമങ്ങൾ പോലുള്ള ഒരു സ്ഥലമാണ് ന്യൂ ഹാംഷെയർ. ന്യൂ ഹാംഷെയർ ഭയങ്കര പക്ക ഗ്രാമമല്ല, പക്ഷേ ഒരു വലിയ സിറ്റിയല്ലേ ന്യൂ ഹാംഷെയർ. അങ്ങനെ നമ്മൾ ബോസ്റ്റണിൽ എത്തിയിരിക്കുന്നു. ഇതാണ് ബോസ്റ്റണിലെ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 മണിക്കൂർ യാത്രയാണ് ന്യൂയോർക്കിലേക്ക്. 4-4.5 മണിക്കൂർ. അങ്ങനെ ഞങ്ങൾ ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ തന്നെ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇന്ത്യൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ ആദ്യമായിട്ട് അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇതാണ് ബോസ്റ്റൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് നമ്മൾ 2-3 ട്രെയിൻ സർവീസുകളാണുള്ളത്. അത് സെമി ഗവൺമെൻറ് ആണോ അതോ പ്രൈവറ്റ് ആണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ആംട്രാക്ക് എന്ന് പറയുന്ന ഒരു ട്രെയിൻ സർവീസിലാണ് ഞങ്ങൾ പോകാനായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആംട്രാക്കിൻ്റെ വണ്ടി അല്ലെങ്കിൽ ട്രെയിൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആംട്രാക്കിൻ്റെ വണ്ടിയും ബാക്കിയുള്ള ട്രെയിനുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറച്ച് ഫാസ്റ്റ് പാസഞ്ചർ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രെയിനാണ്. ട്രെയിനകത്ത് കയറി കഴിഞ്ഞാലുള്ള സീൻ ഇങ്ങനെയാണ്. നമ്മുടെ വന്ദേ ഭാരതിനകത്തൊക്കെ കയറുന്ന ആ ഒരു ഫീലാണ് ഇതിനകത്ത്. ഫുൾ എയർ കണ്ടീഷൻഡ് വെഹിക്കിൾസ് ആണ്. അങ്ങനെ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളൊക്കെ പയ്യെ കയറി ഇരുന്നതിന് ശേഷമേ ട്രെയിൻ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തിരിക്കുന്നു. നമ്മളുടെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന ബോഗികളൊക്കെ നമുക്ക് കാണാം. അതായത് കണ്ടില്ലേ, കുറേ ബോട്ടുകളും കാര്യങ്ങളും. ഈ യാത്രയിൽ മൊത്തം നമുക്ക് ഒത്തിരി ബോട്ടുകൾ അല്ലെങ്കിൽ യാട്ട് എന്നല്ല പറയുന്നത്, യാട്ട് നമുക്ക് കുറേ കാണാൻ സാധിച്ചു. ഒരു ഹാർബർ സൈഡിൽ കൂടെ ഉള്ള ഒരു റെയിൽവേ ലൈനാണ്. അപ്പോൾ കൂടുതലും ഇതുപോലുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു അമേരിക്കൻ കൺട്രി സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലോട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ന്യൂ ഹാംഷെയറിൽ നിന്ന് അല്ലെങ്കിൽ ബോസ്റ്റണിൽ നിന്ന് നമുക്ക് അമേരിക്കയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ചെടികളുടെ കളർ മാറുന്നത് നമുക്ക് കാണാം. റെഡ് കളറായിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെയുള്ളത് സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ മാസം ഒക്ടോബറിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഓട്ടം സീസൺ അവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മളവിടെ നിൽക്കുന്നത്. പച്ച ചെടികളൊക്കെ മാറി മഞ്ഞയും ചുവപ്പും കളറുകളിലേക്കൊക്കെ മാറും. പക്ഷേ ഞങ്ങൾക്കത് മുഴുവൻ കാണാൻ സാഹചര്യം ഞങ്ങൾ 1 മാസമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ മകനും. വൈഫ് അവിടെ ഉണ്ട്. വൈഫ് ഒരു 3-4-5 മാസങ്ങൾ കൂടി യൂസിലുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയ മാസത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടം നെക്സ്റ്റ് മന്തിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡാണ്. അതുപോലെ ഈ ബീച്ച് സൈഡ്
യാത്ര ആയതുകൊണ്ട് നമുക്ക് കുറേ കൂടുതലും കാണുന്നത് ഇതുപോലുള്ള യാട്ടുകളും അല്ലെങ്കിൽ എന്താണ് കായലും കടലും കൂടെ ചേരുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ മെയിനായിട്ട് കാണുന്നത്. അമേരിക്കൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ ബിൽഡിങ്ങുകളും നമ്മുടെ പോലെ എന്താണ് വലിയ കോൺക്രീറ്റും ഇഷ്ടികയൊക്കെ വെച്ച് പണിതിരിക്കുന്നതല്ല. ചിലതൊക്കെ ഒരു എന്താണ് നമ്മുടെ ചെറിയ തടി കൊണ്ടാണ് മിക്ക വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള സൈക്ലോൺ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം വലിയ നാശനഷ്ടം സംഭവിക്കാതിരിക്കാനും ആളുകൾക്ക് അപായം അധികം ഉണ്ടായിരിക്കാനും കനം കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടാണ് മിക്ക വീടുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു പോർട്ടിൻ്റെ അടുത്ത് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാർ പാർക്കിംഗ് കാണാം. നമുക്കിതൊക്കെ ഒരു ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു വലിയ കാഴ്ചകളാണ് ഇവിടുത്തെ പോർട്ടും. നമ്മുടെ പോർട്ടുകളൊക്കെ പോലെ തന്നെ, പക്ഷേ ഏറ്റവും വലിയ വ്യത്യാസം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനുള്ളത് അവിടെയുള്ള വൃത്തിയാണ്. അത് പുറത്ത്, വീടിൻ്റെ പുറത്ത് പബ്ലിക് ഏരിയയിലെ വൃത്തിയാണ് ഏറ്റവും ഒരു സംഭവം, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സംഭവം. അങ്ങനെ മകൻ്റെ ഒരു സോങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായിട്ട് പോകുന്നപ്പോൾ ഏകദേശം ന്യൂയോർക്ക് ആകാറായതുപോലൊരു തോന്നൽ നമുക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി. അതായത് കൂടുതലും വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. പോർട്ടിൻ്റെ തന്നെയുള്ള ഒരു ഏരിയയിലാണ്. നമ്മുടെ അവിടെ ഇരുന്ന ആൾക്കാർ ഇറങ്ങി പുതിയ ആൾക്കാർ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നിരുന്നു. മുമ്പുണ്ടായിരുന്ന ആൾക്കാർ നല്ല രീതിയിൽ വർത്താനം പറയുന്ന ആൾക്കാരായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന ആൾ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ കേസ് നമ്മൾ ന്യൂയോർക്കിൽ എത്തിയിരിക്കുന്നു. ന്യൂയോർക്കിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്രയും തിരക്കില്ല, എന്നാലും നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനായിട്ടാണ് നമുക്ക് തോന്നിയത്. നമ്മളങ്ങനെ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഇവിടെ വന്നാൽ പല പ്ലാറ്റ്ഫോമുകളും നമ്മൾ പറഞ്ഞ പോലെ ആംട്രാക്ക് അല്ലാതെയുള്ള വേറെയും ട്രെയിനുകളുണ്ട്. അതിനെല്ലാം പല സ്ഥലങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ ട്രെയിനിൽ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ന്യൂയോർക്കിലേക്കുള്ള എൻട്രിയാണിത്. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കുറേ ടാക്സികൾ. ന്യൂയോർക്ക് ടാക്സി വളരെ ഫേമസ് ആണ്. ഓവറോൾ വേൾഡിൽ നമ്മൾ സിനിമകളിലൊക്കെ ഒത്തിരി കാണുന്നതാണ് ന്യൂയോർക്ക് ടാക്സി. ഡെഡ്പൂളിനകത്ത് നമ്മുടെ പിന്തറും ഒക്കെ ഓടിക്കുന്ന ന്യൂയോർക്ക് ടാക്സി. അത് കഴിഞ്ഞ് വലിയ വലിയ ബിൽഡിങ്ങുകൾ നമുക്ക് അവിടെ തന്നെ കാണാം. പക്ഷേ എന്നാലും നമ്മൾ ഫസ്റ്റ് ഡേയിൽ ഒരു നേരെ ഹോട്ടൽ റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ട്രെയിൻ ഇവിടെ എത്തിയത്. 2-2.5 മണിക്കൂർ ലേറ്റായി എത്തി. ഹോട്ടൽ റൂമിൽ എത്തിയിട്ട് നെക്സ്റ്റ് മോർണിംഗ് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്ക് ട്രാവലിനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗിൽ നമുക്ക് ഒരു ബസ്സിൻ്റെ പാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഫുൾ ന്യൂയോർക്ക് ഞങ്ങൾ ഒരു ദിവസം 1.5 ദിവസം കൊണ്ട് കണ്ടു തീർക്കണം. അതുകൊണ്ട് നമ്മൾ ബസ് പാസ് എടുത്തിട്ട് ബസ്സിൽ കയറി ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു ബസ്സാണ്. ഒരു ബസ് അവരുടെ തന്നെ ഒരു കമ്പനി ബസ് ഇങ്ങനെ ചുറ്റി വന്നുകൊണ്ടേയിരിക്കും. നമുക്കപ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് ഏതെങ്കിലും നല്ല സ്ഥലങ്ങളിൽ നിന്നിട്ട് പിന്നെ കയറി പോകാം. അങ്ങനത്തെ സെറ്റപ്പിൽ ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തു. ഇത് ഞങ്ങളുടെ ഹോട്ടൽ റൂം. അങ്ങനെ ആദ്യത്തെ ദിവസം ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് വീണ്ടും കടക്കാം. ഇതിൻ്റെ 2ാം ഭാഗം ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ഇത് മെയിനായിട്ട് എൻ്റെ ഫാമിലിയും പിന്നെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാം എന്ന രീതിയിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. വലിയൊരു വ്ളോഗ് സംഭവമായിട്ടല്ല. എനിവേസ് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും.